അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഓർഗനൈസറായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള ബോക്സാണ് എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമുള്ള 4 വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ബോക്സ് ക്ലോസ് ചെയ്ത് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. മുകൾ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിനെ ഫുള്ളായിട്ടൊന്ന് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസ് വേണേ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ വശത്തേക്കും ഓരോ പീസ് വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. 1 or 2 പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബോക്സിൻ്റെ കട്ടിക്ക് അനുസരിച്ച് നമുക്ക് 1 or 2 പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഓരോ വശത്തേക്കും ഓരോ പീസ് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഞാനല്ല ചെയ്യുന്നതെന്ന്, ഇക്കാട്ടോ ചെയ്യുന്നത്. അപ്പം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനത് വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഫൈനൽ ലുക്ക് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ തമിഴിൽ പറഞ്ഞ് ഇക്ക നെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവേ. അപ്പോൾ ഇതാ ബോക്സ് വെച്ചിട്ടൊന്ന് എല്ലാ വശത്തേക്കും വേണ്ട പീസ് ഒന്ന് അളവെടുത്തിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ വശത്തെയും ഓരോ പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ഒട്ടിക്കുന്നതിന് പകരമായിട്ട് ഞാനിത് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ ചെയ്തത്. അതിന് പകരമായിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ. പിന്നെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും ഒട്ടാനായിട്ട്. ടാപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാർഡ്ബോർഡ് ബോക്സിനെക്കാട്ടും കുറച്ച് ലെങ്ത്തുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിൻ്റെ 2 സൈഡിൽ നിന്ന് ഒരു കേവ് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഈ ബോക്സിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇതേപോലെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 സൈഡിലേക്കും ഇതേപോലെ കേവ് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബോക്സ് വെച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ എത്ര ലെങ്ത്ത് വേണം വിഡ്ത്ത് വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പീസ് എടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊന്നും അളവൊന്നും പറയാത്തത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബോക്സിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലുള്ള സ്റ്റിക്കർ ടൈപ്പുള്ള പേപ്പേഴ്സാണ് എടുക്കുന്നത്. ഇതിൻ്റെ പല ഡിസൈൻസും പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബോക്സിൻ്റെ ഉള്ളിലും എല്ലാ വശത്തും ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ എല്ലാ പീസിനും ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചെയ്യുമ്പം ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എല്ലാ വീഡിയോസും ഞാൻ തന്നെയല്ല ചെയ്യാറ്. അപ്പം ആ ഒരു രീതിയിൽ വോയിസ് കൊടുക്കുമ്പോൾ പറഞ്ഞു പോകുന്ന കേട്ടോ. ഞാനാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകു വശവും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സൈഡ് പീസും ഒക്കെ ഒന്ന് ഈ ബോക്സിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിതാ ഗ്ലൂ ഗണ്ണാട്ടോ എടുക്കുന്നത്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്നായിട്ട് തന്നെ ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഗ്ലൂ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ബാക്ക് വശത്താണല്ലോ മറ്റേ പീസ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ലുക്കിലാട്ടോ വേണ്ടത്. ഇനി ഇതിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, 2 സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. വീഡിയോയിൽ എത്രമാത്രം ഇതുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ നല്ല ഉറപ്പോടെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല ഉറപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് നല്ല ഉറപ്പോടെ എൻ്റെ കയ്യിലുണ്ടെന്ന് ഇത് കുറച്ച് മുൻപേ എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇപ്പോഴും ഉണ്ട്, നല്ല ഉറപ്പോടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യത്തോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനെല്ലാം ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ആവശ്യം മാത്രമല്ലേ വരുന്നുള്ളൂ. ഒരു ചിലവും തന്നെ വരുന്നില്ലല്ലോ. പിന്നെ വരുന്നത് ഈ പേപ്പേഴ്സിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ആ പേപ്പേഴ്സിൻ്റെ ഒരു ചിലവല്ലേ ഉള്ളൂ. അതും എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. പിന്നെ പല ഡിസൈനിലും ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. പിന്നെ അത്
പിന്നെ ഇത് കിച്ചൺ ഓർഗനൈസറായിട്ട് തന്നെ യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. നമുക്ക് ഇനി റൂമിൽ വേണമെങ്കിൽ റൂമിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അടിപൊളി കിഡ് ലുക്കാണ്. എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പം നിങ്ങൾ ഈ മിക്ക ചെയ്ത വീഡിയോ എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളിതാ കുറച്ച് കിച്ചൺ ഐറ്റംസൊക്കെ ഇതിൽ വെച്ച് നോക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ലുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇൻഷാ അല്ലാ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വരാം കേട്ടോ. ഞാൻ വീഡിയോ ട്യൂസ്ഡേ ആയിരുന്നു കേട്ടോ ഇടാറ്. ഇനി ചിലപ്പോൾ അത് തേഴ്സ്ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീക്കിലി 1 ഡേ ആണ് ഞാൻ വീഡിയോ ഇടാറ്. ഒന്നെങ്കിൽ തേഴ്സ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ഇടുന്നതിനെ കൊണ്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ തന്നെ ആയിരിക്കും കേട്ടോ ഇടുക. അപ്പോൾ ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൻ്റെ നെയിം അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.